ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗും ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ഫോൺ നമ്പർ 0488420832 813-800-0322. എൻ്റെ കറുപ്പിനെ പറ്റിയും ശരീരത്തെ പറ്റിയും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പ്രശസ്ത ഭരതനാട്യം നർത്തകൻ, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ. എൻ്റെ കറുപ്പിനെ പറ്റിയും ശരീരത്തെ പറ്റിയും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പീഡിപ്പിക്കുന്നുണ്ടെന്ന പ്രശസ്ത ഭരതനാട്യം നർത്തകൻ, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ ഇട്ടാൽ എൻ്റെ കളറിനെ പറ്റിയും ഡ്രസ്സിനെ പറ്റിയും കളിയാക്കുന്ന അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുള്ളൂർക്കര ഇടനിലങ്കോട് പ്രവർത്തിക്കുന്ന ജനകീയ വായനശാലയുടെ 61ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും ആദരവും ഫോട്ടോ അനാച്ഛാദനവും വിവിധ കലാപരിപാടികളും ഗ്രാമോത്സവം 2025 എന്ന പേരിൽ ഇടനിലങ്കോട് ക്ഷേത്ര മൈതാന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ ഷർട്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ചുമ്മാ അങ്ങോട്ട് വരണ വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു എന്താ പറയുക സുന്ദരമായ ഒരു പാടത്തിൻ്റെ തീരത്ത് നമ്മുടെ കുറ്റിമുക്ക് റോട്ടിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ ഒരാൾ, മുഖമില്ലാത്ത ഒരാൾ പറഞ്ഞ് ഇവൻ്റെ കറുപ്പ് ഇതാണ്. പിന്നെ തൊട്ടടുത്ത് അയാൾ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇവൻ പെയിൻറ്റിങ് ഇല്ല, ഇപ്പോൾ ഇവൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ്. മറ്റേ എന്താ പറയുക, ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പറഞ്ഞത് തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ ഇതിനിടയിലിടുക. പിന്നെ ശാരീരികമായിട്ടുള്ള മോശപ്പെടുത്തലുകൾ, തടി കൂടുതലാണ്, വയറ് കൂടുതലാണ്, പിന്നെ കണ്ണുകൾ വിടർന്നതല്ല, മൂക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ. ഇതൊന്നും നമ്മളെ ഏൽക്കുന്ന ഒരു വിഷയമല്ല. കാരണം അതൊക്കെ പന്തടിക്കുന്ന പോലെ തിരിച്ച് അടിക്കും. കാരണം ഇത് നമുക്ക് മനസ്സിലായി, നമ്മൾ നാട്ടിൻ ഭാഷ പറയാറുണ്ടല്ലോ, മാങ്ങയുള്ള മരത്തിലേക്കാണ് എറിയുന്നത് കല്ലെറിയുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ സർവ്വസാധാരണമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു സംസ്കാരം തകർച്ചയിലേക്ക് പോകുന്നു. ഏതൊരു വിഷയമുണ്ടായാലും ഒരുപാട് ആളുകൾ ഇത് വിമർശിക്കാൻ വേണ്ടി മനഃപൂർവ്വം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇതിനടിയിൽ വന്ന് ചൊറിയുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ സംസ്കാരം അധപതിച്ചു കൊണ്ടുപോവുകയാണോ എന്നൊരു സംശയം, അല്ലെങ്കിൽ വിഭാഗീയത, വിവേചനങ്ങൾ നിറയുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലാതെ കല എന്നത് നമുക്കൊരു സമൂഹത്തിന് ഒന്നടങ്കം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ പൂർവികരെല്ലാവരും അത്തരത്തിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സമൂഹം ഒന്നടങ്കമാണ് അവർ ആസ്വദിച്ചിരുന്നത്, നൃത്തമായാലും സംഗീതമായാലും. പക്ഷേ ചില കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ പറയുക, മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില ആളുകളൊക്കെ അത്തരം കലാരൂപങ്ങളിൽ വരികയും പഠിക്കുകയും അത് രംഗപ്രയോഗം ചെയ്യുകയും ചെയ്തതോടുകൂടി ഇത്തരം വിവേചനങ്ങളും വിമർശനങ്ങളും കൂടുതലായി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മക്കളോട്, ഇവിടെ നൃത്തം പഠിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ സന്തോഷമായി നൃത്തം പഠിക്കുക, അല്ലെങ്കിൽ ഏത് കലയാണോ അത് പഠിക്കണം. അത് നിങ്ങളുടെ സന്തോഷത്തിനാണ്, നമ്മളെ സന്തോഷിച്ചാണ് നമുക്ക് പ്രേക്ഷകനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ വർണ്ണമില്ല, വർഗമില്ല, മറ്റു ജാതിയില്ല, മതമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുദാസിൻ്റെ പാട്ടോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ മതം തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കലയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കലാഭവൻ മണിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു മാരകമായ വിഷമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ രീതിയിൽ സ്വാഗത സംഘം ചെയർമാൻ VD സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വായനശാലകൾ നിലവിൽ വന്ന്, പണ്ടൊക്കെ വായനശാല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഹരമാണ്. കാരണം നമ്മളതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, അതിൽ നമുക്ക് ആവശ്യമായ പുസ്തകം വായിക്കുന്നതിന് വേണ്ടി നമ്മളത് പോയി തിരഞ്ഞെടുക്കുന്നു, അത് നമ്മൾ വായിച്ച് പിന്നെ കൊണ്ടുകൊടുത്ത് വീണ്ടും നമ്മൾ ആ പുസ്തകമായി പോകുന്നു. അതിനൊക്കെ ഒരു സാഹചര്യം ഈ വായനശാല വന്നപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങളുടെയും എല്ലാം കലാ സാംസ്കാരിക രംഗത്തെ ഒക്കെ വളരെ നല്ലതിന് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുമെല്ലാം വായനശാല ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്
ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്ന് 1995 പുതിയ സംവിധാനം വന്നത്. ആ സംവിധാനം വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ലഹരി വിരുദ്ധ പ്രചരണത്തിന് വേൾഡ് റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രതിഭ മനോജ്, K ഉണ്ണികൃഷ്ണൻ, VV സന്തോഷ്, ലിയ, അജിൽ, ജോസ്, PE മുരളീധരൻ, വായനശാല മുൻ സെക്രട്ടറിമാരായ TR ഹരിഹരൻ, PML ലത്തീഫ്, പ്രൊഫസർ N സേതുമാധവൻ, അജയകുമാർ, പ്രമോദ്, അഡ്വക്കേറ്റ് സന്ദീപ്, രാഘവൻ, CK കണ്ണപ്പൻ, പ്രഭാകരൻ, പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ PK മോഹൻദാസ് സ്വാഗതവും PT അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് രാമകൃഷ്ണൻ ജ്യേഷ്ഠൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ഒരു ഗാനവും ആലപിച്ചു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെയും കിട്ടിയില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് CCV.